ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് പോലും അറിയാത്ത ഇപ്പോഴും കുറേ പേര് നമ്മുടെ ഗെയിമിലുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഗെയിമിൽ കിട്ടും, തന്നെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ ഗെയിമിൽ മാറ്റം വരുത്താമെന്നൊക്കെ ഈ ഒരു വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് കൂടുതൽ ലാഗ് അടിപ്പിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ അത് ഗെയിം കയറിയിട്ട് നമ്മുടെ ഈ ഗെയിം പ്ലാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് മാനേജറൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ കാണാം. സോ ആ ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞ ഓപ്ഷൻ. അത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അറ്റാക്ക് 1, അറ്റാക്ക് 2, ഡിഫെൻസ് 1, ഡിഫെൻസ് 2 എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ രണ്ടിലും ഓരോന്ന് വെച്ചിട്ട് 2 സ്ലോട്ട് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അറ്റാക്കിലും 2 സ്ലോട്ട്, ഡിഫെൻസിലും 2 സ്ലോട്ട് ഉണ്ട്. സോ അപ്പോൾ അറ്റാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്ന് ഡിഫെൻസ്, പിന്നെ ഒന്ന് അറ്റാക്കിങ്, ഒന്ന് ആൻകറിങ്. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻസാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ ഡിഫെൻസീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഡിഫെൻസീവ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ ഡിഫെൻസിലുള്ള ഒരു പ്ലെയറിനെ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ലെഫ്റ്റ് ബാക്ക് ഇവിടെ ഹെർണാണ്ടസിനെ സെലക്ട് ചെയ്ത്, അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സെലക്ട് ചെയ്ത് നമ്മൾ ഈ ഒരു പ്ലെയർ ഈ മുന്നിലായിട്ടുള്ള ഈ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പ്ലെയറുടെ പൊസിഷൻ ഏതാണോ ആ പൊസിഷനിൽ നിന്നിട്ട് പ്ലെയർ നല്ല രീതിയിൽ കളിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ചില സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഡിഫെൻസീവുള്ള ചില പ്ലേയേഴ്സ് ഫ്രണ്ടിലോട്ട് കയറി വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഡിഫെൻസ് പൊട്ടിപ്പോവും. ഡിഫെൻസിൽ അങ്ങനെ ആരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഈ ഡിഫെൻസീവ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. സോ ഇനി നെക്സ്റ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അടുത്ത ഈ ഒരു ഓപ്ഷനാണ് അറ്റാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇതെന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ നമ്മളെ എന്ന് വെച്ചാൽ ഡിഫെൻസീവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്ഷനാണ് ഈ അറ്റാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫെൻഡിങ്ങിലുള്ള ഏതെങ്കിലും ഒരു പ്ലെയറിന് നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലെയർ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് തരുന്നതാണ്. അതായത് ആ പ്ലെയർ നമുക്ക് അറ്റാക്കിങ്ങിനുള്ള സപ്പോർട്ട് നല്ല രീതിക്ക് തരും. സോ അതാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ അറ്റാക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഡിഫെൻസിലുള്ള ഏതെങ്കിലും ഡിലൈറ്റോ കോസ്റ്റ് കൂട്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഫ്രണ്ടിലായിട്ട് ഇറങ്ങിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നതാണ്. അറ്റാക്കിങ്ങിലുള്ള നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ആങ്കറിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങളിപ്പോൾ ഒരാൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് എന്ന് വെച്ചാൽ നിങ്ങളെ ഫോർവേഡിലുള്ള ഒരു പ്ലെയറിന്, അതിപ്പോൾ കൂടുതൽ ഫോർവേഡിലുള്ള ഒരു പ്ലെയറിനായിരിക്കും കൊടുക്കുന്നത് നല്ല. ഇപ്പം ഞാൻ എൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ലാംബാർഡിന് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ ഒരു പ്ലെയർ ഹൊറിസോണലി മൂവ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു സിറ്റുവേഷനാണ് നമ്മുടെ സെൻട്രൽ ഫോർവേഡോ അല്ലെങ്കിൽ നമ്മുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സോ ഇങ്ങനെയായിട്ട് കയറി കളിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സെൻട്രൽ ഫോർവേഡോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡോ എന്നിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വിങ്ങിലായിട്ട് ഇറങ്ങി കളിക്കില്ല. ആ ഒരു ഓപ്ഷന് നമുക്ക് കംപ്ലീറ്റ്ലി അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നത്. സോ അപ്പോൾ ഇത്രയാണ് അറ്റാക്കിങ്ങിൽ വരുന്നത്. സോ ഇനി നമുക്ക് നേരെ ഡിഫെൻസിലോട്ട് പോകാം. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസാണ് വരുന്നത്. 2 ഓഫായി കിടക്കുന്നത് ടൈറ്റ് മാർക്കിംഗ്, മാൻ മാർക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ്. സോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈറ്റ് മാർക്കിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഇത് നമുക്ക് കളിക്കുമ്പോൾ എനേബിൾ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഒപ്പോണൻറ്റിൻ്റെ ഒരു പ്ലെയറിനെ നമുക്ക് കംപ്ലീറ്റ്ലി മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഒപ്പോണൻറ്റിൻ്റെ ആ പ്ലെയറിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ടീം ഫുള്ളും പിന്നെ ആ ഒരു പ്ലെയറിനെ ഫോക്കസ് ചെയ്ത് ആ ഒരു പ്ലെയറിനെ അങ്ങനെ ഇങ്ങനെയൊന്നും ഗോൾ അടിക്കാൻ സമ്മതിക്കാതെ ഫുള്ളായിട്ട് ടൈറ്റ് മാർക്ക് ചെയ്യും. സോ അതാണ് ഈ ഒരു ടൈറ്റ് മാർക്കിങ്. പക്ഷേ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടീം ഫുള്ളും ആ ഒരു പ്ലെയറിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിലുള്ള വേറെ നല്ല നല്ല പ്ലെയേഴ്സൊക്കെ കയറി ഗോൾ അടിക്കാനുള്ള ചാൻസ് അവിടെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് അവിടെ വരുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു മാൻ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു മാൻ മാർക്കിംഗ് നമ്മൾ എനേബിൾ ചെയ്തിട്ട് അവൻ്റെ ഒരു പ്ലെയറിനെ ഇതേപോലെയുള്ള അവൻ്റെ നല്ലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ടീമിലത്തെ ഒരു പ്ലെയറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീം ഫുള്ളും ആ ഒരു പ്ലെയറിനെ ഫോക്കസ് ചെയ്യില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ഡിഫെൻഡീവ് പ്ലെയറിന് നമുക്ക് ആ ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ഒരു ഡിഫെൻഡർ പിന്നെ ഫുള്ളും അവൻ്റെ ആ ഒരു പ്ലെയറിനെ നല്ല രീതിക്ക് മാർക്ക് ചെയ്യും. നെക്സ്റ്റ് 2 ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ കൗണ്ടർ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവമാണ്. സോ ഇതിൽ ഞാനിപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു ഫോർവേഡ് പ്ലെയറിനെ, ഇനിയിപ്പോൾ അത് എംബാപ്പെ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്ലെയറിനെ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു പ്ലെയർ എപ്പോഴും അവിടെ നിൽക്കും. എന്ന് വെച്ചാൽ ഓഫ് സൈഡിലാവില്ല,
എപ്പോഴും ഫോർവേഡിലായിരിക്കും, ഡിഫെൻസീവിലായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു പ്ലെയർ എപ്പോഴും എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു കൗണ്ടർ കിട്ടുകയാണെങ്കിൽ ആ ഒരു പ്ലെയർ എപ്പോഴും അലേർട്ടായിട്ട് നമ്മുടെ ഫോർവേഡിൽ അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പ്ലെയറിനെ ത്രൂ ഇട്ടിട്ട് നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ കൗണ്ടർ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടെന്നുള്ള ഒരു ചെറിയൊരു മൈൻഡ് നമ്മളെ മൈൻഡിൽ വെച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലെയർ ഡിഫെൻസീവിലായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ ഡീപ്പ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷനിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഡിഫെൻഡീവ് പ്ലേയേഴ്സിനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല, നമുക്ക് ഫോർവേഡ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ഞാൻ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്ലെയർ ഡിഫെൻസീവിലോട്ട് ഇറങ്ങി സപ്പോർട്ട് തരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ എൻ്റെ SS ബെർക്കാമ്പിനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബെർക്കാമ്പ് നല്ല രീതിയിൽ തന്നെ ഡിഫെൻസീവിലായിട്ടും ഇറങ്ങി സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആ ഒരു പ്ലെയർ നമ്മുടെ ഒപ്പോണൻ്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഡിഫെൻസീവിലായിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗെയിമിലുള്ള ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങളെ രീതിയിൽ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളെ രീതിയിൽ ക്രിയേഷൻ ചെയ്തിട്ട് നിങ്ങൾ കളിക്കുകയാണ്, നിങ്ങളുടെ ഗെയിം പ്ലേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിം പ്ലേ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ഒരു ഓപ്ഷൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് ഗെയിം പ്ലേ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരിക, റാങ്കൊക്കെ കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യാം. ആൻഡ് വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. സോ എല്ലാവർക്കും ബൈ.